ഹായ് എവ്രി വൺ. നമ്മൾ ESDയിലെ ഫോർത്ത് മൊഡ്യൂളിൽ തന്നെ ഉള്ള എർത്തിങ് ഡിസൈൻ്റെ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എർത്തിങ് ഡിസൈൻ്റെ സ്റ്റെപ്സ് നമുക്ക് ESDയുടെ ഹാൻഡ് ബുക്കിലുണ്ട്. ഹാൻഡ് ബുക്കിലെ പേജ് നമ്പർ 33 മുതലാണ് നമുക്ക് എർത്തിങ് ഡിസൈൻ്റെ സ്റ്റെപ്സ് ഉള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ എർത്തിങ് ഡിസൈൻ തുടങ്ങുന്നത് ആദ്യം നമ്മൾ പെർമിസിബിൾ കറണ്ട് ഡെൻസിറ്റി ഓഫ് എർത്ത് ഇലക്ട്രോഡ് അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് 7.57 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് റോ ഇൻറ്റു ടി. വേഴ്സ് റോ ഇസ് ദ സോയിൽ റെസിസ്റ്റിവിറ്റി ആണ് റോ. ടി എന്ന് പറയണത് ഡ്യൂറേഷൻ ഓഫ് ഫോൾട്ട് ഇൻ സെക്കൻഡ്സ്. അപ്പോൾ നോർമലി നമുക്ക് പ്രോബ്ലം ചോദിക്കുമ്പോൾ അതിനകത്ത് റോ തന്നിട്ടുണ്ടാവും, സോയിൽ റെസിസ്റ്റിവിറ്റി തന്നിട്ടുണ്ടാവും, അതുപോലെ ഡ്യൂറേഷൻ ഓഫ് ഫോൾട്ട് തന്നിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിൽ ഡ്യൂറേഷൻ ഓഫ് ഫോൾട്ട് തന്നിട്ടില്ലെങ്കിൽ നമുക്കത് അസ്യൂം ചെയ്യാം. അതൊരു 3 സെക്കൻഡ്സ് ഒക്കെയാണ് നോർമലി നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പെർമിസിബിൾ കറണ്ട് ഡെൻസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് പ്ലേറ്റ് ഇലക്ട്രോഡ്, അതുപോലെ പൈപ്പ് ഇലക്ട്രോഡും, അതുപോലെ സ്ട്രിപ്പ് ഓർ കണ്ടക്ടർ ഇലക്ട്രോഡിൻ്റെ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് ഇത്. ഓക്കെ, അപ്പോൾ അതിൽ എ എന്താ ഡി എന്താന്നൊക്കെ ഇതിനകത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പ്രോബ്ലം കിട്ടുമ്പോൾ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത് പെർമിസിബിൾ കറണ്ട് ഡെൻസിറ്റി. ഇത് പേജ് നമ്പർ 34 സ്റ്റെപ്സ്. പെർമിസിബിൾ കറണ്ട് ഡെൻസിറ്റി ഓഫ് എർത്ത് ഇലക്ട്രോഡ് കാൽക്കുലേറ്റ് ചെയ്തു. അതിനെയാണ് നമ്മൾ ID എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്, പെർമിസിബിൾ കറണ്ട് ഡെൻസിറ്റി ഓഫ് എർത്ത് ഇലക്ട്രോഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഏരിയ ഓഫ് എർത്ത് പ്ലേറ്റ് റിക്വയർഡ് ആണ്. അപ്പോൾ ഏരിയ ഓഫ് എർത്ത് പ്ലേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് IA" ഡിവൈഡഡ് ബൈ ID ഇൻറ്റു 100ൻ്റെ ആവശ്യമില്ല. ഓക്കെ, അത് ചെയ്യേണ്ട ആവശ്യമില്ല. IA" ഡിവൈഡഡ് ബൈ ID. ഈ IA" എന്ന് പറയുന്നത് നമ്മുടെ ഇനീഷ്യൽ സിമെട്രിക്കൽ RMS ഫോൾട്ട് കറണ്ട് ഓൺ ദ ഹൈ വോൾട്ടേജ് സൈഡ് ഓഫ് ദ ട്രാൻസ്ഫോമർ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. എങ്ങനെയാണ് ഇനീഷ്യൽ സിമെട്രിക്കൽ RMS ഫോൾട്ട് കറണ്ട് ഹൈ വോൾട്ടേജ് സൈഡിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അതുപോലെ ലോ വോൾട്ടേജ് സൈഡിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം വരില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ നമുക്ക് എത്രയാണ് ഫോൾട്ട് കറണ്ട് എന്ന് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഫോൾട്ട് കറണ്ട് ആണ് എന്ത് IA". അത് ഡിവൈഡഡ് ബൈ ID നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒരു പ്ലേറ്റ് ഇലക്ട്രോഡ് ആണെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് 1.2 മീറ്റർ ഇൻറ്റു 1.2 മീറ്റർ ഇൻറ്റു 0.012 മീറ്റേഴ്സ് ആണ് സ്റ്റാൻഡേർഡ് സൈസ് പ്ലേറ്റ് ഇലക്ട്രോഡിൻ്റെ. നോർമലി നമുക്ക് സൈസ് പ്ലേറ്റ് ഇലക്ട്രോഡിൻ്റെ സൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് സൈസ് എടുത്തിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡ് സൈസ് പ്ലേറ്റ് ഇലക്ട്രോഡിൻ്റെ. അപ്പോൾ ഹെൻസ് ദ ഏരിയ ഓഫ് പ്ലേറ്റ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ഇൻറ്റു 1.2 ഇൻറ്റു 1.2. അതായത് ഇത് ഈ 1.2 ഇൻറ്റു 1.2 ഇൻറ്റു 0.012 എന്ന് പറയുന്നത് ഒന്ന് ഇതിൻ്റെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, തിക്നെസ് ആണ്. അപ്പോൾ നമുക്ക് ഏരിയ പറയുമ്പോൾ പ്ലേറ്റിന് രണ്ട് സൈഡിൽ ആണല്ലോ ഏരിയ ഉണ്ടാവുക. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദാറ്റ് ഈസ് 1.2 ഇൻറ്റു 1.2. അത് രണ്ട് സൈഡിലുണ്ടാവും, പ്ലേറ്റിൻ്റെ രണ്ട് സൈഡിലും ഏരിയ ഉണ്ടല്ലോ. അപ്പോൾ ഇൻറ്റു 2, അപ്പോൾ 2.88 മീറ്റർ സ്ക്വയറിന് നമുക്ക് ഏരിയ ഓഫ് പ്ലേറ്റ് ഇലക്ട്രോഡ് കിട്ടി. Therefore, number of plate electrode required is equal to, നമ്മൾ നേരത്തെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു, IA" ബൈ ID ചെയ്തപ്പോൾ നമുക്ക് എത്ര ഏരിയ വേണ്ടതെന്നുള്ളത് കിട്ടി. അപ്പോൾ ആ ഏരിയനെ 2.88 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്പർ ഓഫ് പ്ലേറ്റ് ഇലക്ട്രോഡ് എത്ര വേണമെന്നുള്ളത് കിട്ടും. ഇനി അതിന് അത് ഡെസിമൽ നമ്പർ ആണെങ്കിൽ നമ്മൾ അതിനെ നെക്സ്റ്റ് നമ്പറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എർത്തിങ് കണ്ടക്ടർ സൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് നമ്മൾ പെർമിസിബിൾ കറണ്ട് ഡെൻസിറ്റി ഓഫ് കോപ്പർ കാൽക്കുലേറ്റ് ചെയ്യുക. അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമുക്കറിയാം. പെർമിസിബിൾ കറണ്ട് ഡെൻസിറ്റി ഓഫ് കോപ്പർ ഇസ് 118 ആംപിയർ പെർ mm². Therefore, ഏരിയ ഓഫ് എർത്ത് കണ്ടക്ടർ ഓൺ HT സൈഡ് ഇസ് ഈക്വൽ ടു IA". നമ്മുടെ ഫോൾട്ട് കറണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഡിവൈഡഡ് ബൈ 118 mm² വരും. അപ്പോൾ നമുക്ക് എത്ര ഏരിയ വേണ്ടതെന്നുള്ളത് കിട്ടും. ആ ഏരിയയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ടേബിളിൽ ലാസ്റ്റ് അപ്പൻഡിക്സിൽ ഒരു ടേബിൾ ഉണ്ടാവും. അത്
അപ്പൻഡിക്സിലെ ടേബിള് നോക്കിയിട്ട് നമ്മളത് സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. Okay, the fault current anticipated in a location is 8000 ampere, soil resistivity is 10 ohm meter, earth resistance is limited to 1 ohm, design an earthing system, fault duration can be taken as 3 seconds, plate electrode of 1.2 meter into 1.2 meter 12.5 mm shall be used. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എത്ര പ്ലേറ്റ് ഇലക്ട്രോഡ് വേണം എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസൈഡ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഇതിൽ പറയുന്ന പോലെ ഡിസൈൻ സ്റ്റെപ്പിൽ പറയുന്ന പോലെ ആദ്യം നമ്മൾ പെർമിസിബിൾ കറണ്ട് ഡെൻസിറ്റി ഓഫ് കോപ്പർ കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് 7.57 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് റോ ഇൻറ്റു ടി. അപ്പോൾ ഇവിടെ റോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റോ എന്ന് പറയുന്നത് സോയിൽ റെസിസ്റ്റിവിറ്റി 10 ആണ്, ഡ്യൂറേഷൻ ഓഫ് ഫോൾട്ട് 3 ആണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1382.08 ആംപിയർ പെർ മീറ്റർ സ്ക്വയർ ആണ് നമുക്ക് പെർമിസിബിൾ കറണ്ട് ഡെൻസിറ്റി കിട്ടുക. ഇനി ഏരിയ ഓഫ് പ്ലേറ്റ് ഇലക്ട്രോഡ് ഏരിയ ഓഫ് എർത്ത് പ്ലേറ്റ് റിക്വയർഡ് ഇസ് ഈക്വൽ ടു IA′′ ID. ഇതാണ് നമ്മുടെ ID. IA′′ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഫോൾ കറണ്ട് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഗിവൺ ആസ് 8000 ആംപിയർ. സോ 8000 ഡിവൈഡഡ് ബൈ 1382.08. സോ ദാറ്റ് ഈസ് 5.788 മീറ്റർ സ്ക്വയർ ആണ് ഏരിയ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത്രയും ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര പ്ലേറ്റ് ഇലക്ട്രോഡ് വേണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു പ്ലേറ്റ് ഇലക്ട്രോഡിന്റെ ഏരിയ നമുക്കറിയാം 2 ഇൻറ്റു 1.2 ഇൻറ്റു 1.2. കാരണം ഇത് പ്ലേറ്റ് ഇലക്ട്രോഡിന്റെ ലെങ്ത് 1.2, ബ്രെഡ്ത്ത് 1.2, തിക്നെസ് ആണ് 12.5 mm. ഓക്കെ, അപ്പോൾ ഏരിയ ഒരു പ്ലേറ്റ് ഇലക്ട്രോഡിന്റെ ഏരിയ എന്ന് പറയുന്നത് രണ്ട് സൈഡിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു 1.2 ഇൻറ്റു 1.2 ദാറ്റ് ഇസ് 2.88 മീറ്റർ സ്ക്വയർ. Therefore, number of earth electrode required is equal to 5.788 divided by 2.88, that is 2.01. നമുക്ക് നെക്സ്റ്റ് നമ്പറിലേക്ക് റൗണ്ട് ചെയ്യുക, ദാറ്റ് ഇസ് ഈക്വൽ ടു 3. അപ്പോൾ 3 പ്ലേറ്റ് ഇലക്ട്രോഡ് എന്നുള്ളത് കിട്ടി. ഇനി നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പ്ലേറ്റ് ഇലക്ട്രോഡ് വെക്കുമ്പോൾ നമുക്ക് എർത്ത് റെസിസ്റ്റൻസ് നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ഓമിന് ആവണം കിട്ടേണ്ടത്. അങ്ങനെയാണ് എർത്തിങ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ 1 ഓമിന് താഴെയാണോ റെസിസ്റ്റൻസ് എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഹാൻഡ് ബുക്കിലുണ്ട് റെസിസ്റ്റൻസ് ഓഫ് പ്ലേറ്റ് ഇലക്ട്രോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയുണ്ട്. പ്ലേറ്റ് ഇലക്ട്രോഡിന്റെ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഇതിലുണ്ട് ഹാൻഡ് ബുക്കിൽ. ഇതാണ് പ്ലേറ്റ് ഇലക്ട്രോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. റെസിസ്റ്റൻസ് പ്ലേറ്റ് ഇലക്ട്രോഡ് R ഈക്വൽ ടു ρ/4 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് π/a. റോ എന്ന് പറഞ്ഞാൽ സോയിൽ റെസിസ്റ്റിവിറ്റി, എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ബോത്ത് സൈഡ്സ് ആണ്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് 1 പ്ലേറ്റ് ഇലക്ട്രോഡ് ഇസ് ഈക്വൽ ടു ρ/4 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് π/a. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് 2.6 ആണ് വരുന്നത്. അത് ഒരു പ്ലേറ്റ് ഇലക്ട്രോഡിന്റെ റെസിസ്റ്റൻസ് ആണ്. നമുക്കിവിടെ 3 പ്ലേറ്റ് ഇലക്ട്രോഡാണ് വേണം എന്നുള്ളത് കിട്ടിയിട്ടുള്ളത്. ഇനി 3 പ്ലേറ്റ് ഇലക്ട്രോഡ് നോർമലി നമ്മൾ പാരലാണ് കണക്ട് ചെയ്യുക എർത്തിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ 3 പാരലാവുമ്പോൾ ഇതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.8701 ആണ്. അത് ലെസ് ദാൻ 1 ആയതുകൊണ്ട് ഡിസൈൻ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാം. അത് നമ്മൾ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് GI എർത്തിങ് പൈപ്പ് ഓഫ് 100 mm ഡയമീറ്റർ 3 meter ലെങ്ത്. System has fault current 50 kilo ampere for 1 second and soil resistivity is 72.44. അപ്പോൾ ഇവിടെയും നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം നമ്മൾ പെർമിസിബിൾ കറണ്ട് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്തു. റോ എന്ന് പറയുന്നത് ഇവിടെ 72.44 ആണ്. ടൈം ഡ്യൂറേഷൻ 1 സെക്കൻഡ് ആണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 889.419 ആണ് നമുക്ക് പെർമിസിബിൾ കറണ്ട് ഡെൻസിറ്റി കിട്ടുക. ഇനി ഏരിയ ഓഫ് എർത്ത് പൈപ്സ് റിക്വയർഡ് ഇസ് ഈക്വൽ ടു IA′/ID. IA′ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 50 കിലോ ആംപിയർ ആണ്. അപ്പോൾ 50 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 889.419 അത് ഡിവൈഡ് ചെയ്തു. സോ അത് വെച്ചിട്ട് നമ്മൾ എത്ര ഏരിയ വേണം എന്നുള്ളത് നമുക്ക് കിട്ടി.
അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഏരിയ ഓഫ് വൺ പൈപ്പ് ഇലക്ട്രോഡിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ പൈപ്പാണ്. പൈപ്പ് ആകുമ്പോൾ നമുക്കറിയാം അതിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ടു പൈ ആർ എൽ ആണ് സർഫസ് ഏരിയ ഓഫ് എ പൈപ്പ്. അപ്പോൾ 2π ഇൻറ്റു ആർ റെസിസ്റ്റൻസ് അല്ല സോറി റേഡിയസ് നമുക്ക് തന്നിട്ടുള്ളത് 100 mm ആണ്. അപ്പൊ അതിന്റെ diameter ആണ് 100 mm. So radius will be 50 into 10⁻³ into length is 3 meter. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഏരിയ ഓഫ് വൺ പൈപ്പ് ഇലക്ട്രോഡിന്റെ ഏരിയ കിട്ടി. Therefore, number of earth pipes required is equal to 56.216 divided by 0.942. That is almost equal to 59.67. നമ്മൾ റൗണ്ട് ചെയ്ത് 60 പൈപ്സ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഒരു പൈപ്പിന്റെ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. പൈപ്പിന്റെ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമ്മുടെ ഹാൻഡ് ബുക്കിലെ പേജ് നമ്പർ 33-ലുണ്ട്. റോ ബൈ 2π L ഇൻറ്റു നാച്ചുറൽ ലോഗരിതം 2L/d. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് 15.74 ആണ് ഒരു പൈപ്പിന് കിട്ടുക. ഓവറോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 പൈപ്സ് ഉണ്ട്. സോ ഡിവൈഡഡ് ബൈ 60 പോയിന്റ് ചെയ്യുമ്പോൾ നമുക്ക് 0.262 ohms. So total resistance is less than 1 ohm ആണ്. So the design is satisfactory. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലം ചോദിക്കുമ്പോൾ എഴുതേണ്ടത്. ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. ഈ സ്റ്റെപ്പും കൂടി നമ്മൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. നമുക്ക് സൈസ് ഓഫ് എർത്ത് കണ്ടക്ടറിന്റെ സൈസും കൂടി കാൽക്കുലേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ എർത്ത് കണ്ടക്ടറിന്റെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുക. പെർമിസിബിൾ കറണ്ട് ഡെൻസിറ്റി ഓഫ് കോപ്പർ 118 ആണ്. അപ്പോൾ IA ഡബിൾ ഡാഷ് ഡിവൈഡഡ് ബൈ 118. അപ്പൊ എത്ര ഏരിയ ഉള്ള എർത്ത് കണ്ടക്ടർ ആണ് വേണ്ടതെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് നോക്കാം കേട്ടോ.